അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങൾ മുഴുവനായിട്ട് ഒഴിവാക്കിയാൽ അലർജി മാറും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അലർജിയുള്ള എല്ലാവരുടെ പറയാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അലർജി ഉണ്ടാവുന്നു, അതിനുള്ള ട്രിഗേഴ്സ് നോട്ട് ചെയ്യണം, നമ്മുടെ വ്യക്തമായിട്ട് അറിയിക്കണമെന്ന് പറയാറുണ്ട്. ട്രിഗേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്മളെ ട്രീറ്റ്മെന്റിന് ഏറെ ഗുണകരമാണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ജീവിതം നമുക്ക് പോസിബിൾ ആണോ? ഈ പൊടി പൂമ്പൊടി അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ ഒഴിവാക്കി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ചെറുതായ പോലെ തോന്നാം. അലർജിയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പലർക്കും അവർ വിചാരിച്ച സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാറില്ല. അത് അവരെ മാനസികമായി ശാരീരികമായിട്ട് തന്നെ ഡിപ്രഷനിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലർജിയുടെ ട്രിഗർ എന്ന് പറഞ്ഞാൽ അതൊരു സിഗ്നൽ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ച് നമ്മുടെ ബോഡി മാത്രം എന്തുകൊണ്ട് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് മേ ബി നമ്മുടെ ബ്ലഡിലുള്ള അലർജി ഘടകങ്ങൾ കൂടുതലായതുകൊണ്ടാവാം, നമ്മൾ ഞരമ്പുകൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. നമ്മുടെ ബോഡിക്കാണ് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ട്രിഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് ജീവിതം നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ വേണ്ടത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ് ദ പേഷ്യന്റ്. ഒരു വ്യക്തിഗത ചികിത്സ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന് നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. 14 വർഷത്തെ എന്റെ ഒരു ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസിൽ പല ട്രിഗേഴ്സും ഒഴിവാക്കിയിട്ട് ഒരുപാട് സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ അനുഭവം നമ്മുടെ അടുത്ത് പങ്കുവെക്കുകയുണ്ടായി. ഇത്തരം ട്രിഗേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് പോലും അവർക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഇത്തരം ട്രിഗേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടും അലർജിയുടെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യും.